ഏറ്റവും വലിയ ആണവ നിലയമായ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ നിലയത്തെ ചുറ്റിപ്പറ്റി വീണ്ടും ഒരു സൈബർ സുരക്ഷാ വിവാദം പുകയുകയാണ്. ഒരു അന്താരാഷ്ട്ര ഹാക്കർ ഗ്രൂപ്പ് കൂടംകുളം നിലയവുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് അതീവ രഹസ്യരേഖകൾ ഡാർക്ക് വെബിൽ പരസ്യപ്പെടുത്തിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ നമ്മുടെ ആണവ നിലയങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ചർച്ചയാവുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ കൂടംകുളത്ത് സംഭവിച്ചത്? എന്തൊക്കെ വിവരങ്ങളാണ് ഹാക്കർമാർ ചോർത്തിയത്? എങ്ങനെയാണ് അവർ ഇതിലേക്ക് കടന്നുകൂടിയത്? എല്ലാറ്റിനുമുപരി നമ്മുടെ ആണവ റിയാക്ടറുകൾ ഇപ്പോഴും സുരക്ഷിതമാണോ? വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വേൾഡ്ലെക്സ് എന്ന പേരുള്ള ഒരു പ്രമുഖ റാൻസംവെയർ ഹാക്കർ ഗ്രൂപ്പാണ് ഈ ഡാറ്റ ചോർച്ചയ്ക്ക് പിന്നിൽ. കൂടംകുളം ആണവ നിലയത്തിന്റെ നിർമ്മാണ കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അനിൽ അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പിന്റെ സെർവറുകളിൽ നിന്നാണ് ഇവർ ഡാറ്റ ചോർത്തിയത്. റിലയൻസ് ഗ്രൂപ്പ് ഉപയോഗിക്കുന്ന യോട്ട എന്ന തേർഡ് പാർട്ടി ഡാറ്റാ സെന്റർ സെർവറിലാണ് ഹാക്കർമാർ കടന്നുകയറിയത്. റിലയൻസ് ഗ്രൂപ്പ് തന്നെ ഈ സൈബർ ആക്രമണവും ഭാഗികമായ ഡാറ്റ ചോർച്ചയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹാക്കർമാർ ചോർത്തിയ ലക്ഷക്കണക്കിന് ഫയലുകളിൽ 19,000-ലധികം ഫയലുകൾ നേരിട്ട് കൂടംകുളം ആണവ നിലയവുമായി ബന്ധപ്പെട്ടതാണ്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിലെ രേഖകളാണ് ഇതിലുള്ളത്. നിലവിൽ കൂടംകുളത്ത് നിർമ്മാണം പുരോഗമിക്കുന്ന 3-4 യൂണിറ്റുകളുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളാണ് ഈ ചോർന്ന ഫയലുകളിലുള്ളത്. കോമൺ കൺട്രോൾ റൂമിന്റെ തറനിലയുടെ പ്ലാൻ, നിലയത്തിലെ വെന്റിലേഷൻ, കൂളിംഗ് സിസ്റ്റം എന്നിവയുടെ എഞ്ചിനീയറിംഗ് ബ്ലൂ പ്രിന്റുകൾ, ഉപകരണങ്ങളുടെ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടുകൾ, സപ്ലയർമാരുടെയും വെണ്ടർമാരുടെയും വിവരങ്ങൾ, ഇൻഷുറൻസ് പോളിസികൾ എന്നിവയെല്ലാം ചോർന്ന രേഖകളിൽ ഉൾപ്പെടുന്നു. സൈബർ സുരക്ഷാ വിദഗ്ധർ പറയുന്നത് ഈ രേഖകൾ രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളുടെയും മറ്റ് ഹാക്കർമാരുടെയും കൈകളിൽ എത്തിയാൽ അവർക്ക് നിലയത്തിന്റെ ആന്തരിക ഘടനയെക്കുറിച്ചും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ലഭിക്കാൻ ഇത് കാരണമാകുമെന്നാണ്. അതിനാൽ ഇത് വളരെ ഗൗരവമുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയുടെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമും ന്യൂക്ലിയർ പവർ കോർപ്പറേഷനും ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വാർത്തകൾ കേട്ട് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ ആണവ റിയാക്ടറുകൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് അധികൃതരും വിദഗ്ധരും ഉറപ്പിച്ചു പറയുന്നത് എന്തുകൊണ്ടാണ്? അതിന് കൃത്യമായ കാരണമുണ്ട്. ആണവ നിലയങ്ങളുടെ സുരക്ഷയെ നമ്മൾ രണ്ട് രീതിയിൽ വേർതിരിച്ചു കാണണം. ഒന്ന്, അഡ്മിനിസ്ട്രേറ്റീവ് നെറ്റ്വർക്ക് അഥവാ ഓഫീസ് ആവശ്യങ്ങൾക്കും ആശയവിനിമയങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച നെറ്റ്വർക്ക്. രണ്ട്, ഓപ്പറേഷണൽ ടെക്നോളജി അഥവാ റിയാക്ടറുകളെയും അതിന്റെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന കൺട്രോൾ സിസ്റ്റം നെറ്റ്വർക്ക്. കൂടംകുളം ആണവ നിലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺട്രോൾ സിസ്റ്റവും റിയാക്ടർ കോറുകളും ഇന്റർനെറ്റുമായോ ഇൻട്രാനെറ്റുമായോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് നെറ്റ്വർക്കുകളുമായോ യാതൊരു തരത്തിലും ബന്ധിപ്പിച്ചിട്ടില്ല. ഇതിനെ സാങ്കേതികമായി എയർ ഗ്യാപ്പിംഗ് എന്നാണ് വിളിക്കുന്നത്. അതായത് പുറത്തു നിന്നുള്ള ഒരു കമ്പ്യൂട്ടറിനും സൈബർ മാർഗങ്ങളിലൂടെ റിയാക്ടറിന്റെ കൺട്രോൾ സിസ്റ്റത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. കൂടാതെ റഷ്യൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച റിയാക്ടർ കോറിന്റെ പ്രധാന ഡിസൈനുകളൊന്നും ഈ ചോർച്ചയിൽ പെട്ടിട്ടുമില്ല. ചുരുക്കം പറഞ്ഞാൽ ഹാക്കർമാർക്ക് നിർമ്മാണ വിവരങ്ങൾ ചോർത്താൻ കഴിഞ്ഞെങ്കിലും നിലവിലുള്ള റിയാക്ടറുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനോ നിയന്ത്രണം ഏറ്റെടുക്കാനോ സാധിക്കില്ല. കൂടംകുളം നിലയത്തിന് നേരെ ഉണ്ടാകുന്ന ആദ്യത്തെ സൈബർ ആക്രമണമല്ല ഇത്. ഇതിനു മുൻപ് 2019 സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഉത്തരേന്ത്യൻ കൊറിയൻ ഹാക്കർ ഗ്രൂപ്പായ ലാസർസ് വികസിപ്പിച്ച ഡി-ട്രാക്ക് എന്ന മാൻവെയർ കൂടംകുളത്തെ ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്പ്യൂട്ടറുകളിൽ കണ്ടെത്തിയിരുന്നു. അന്നും റിയാക്ടർ കൺട്രോൾ സിസ്റ്റം എയർ ഗ്യാപ്ഡ് ആയതുകൊണ്ടാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. പക്ഷേ 2019 നേരിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് നെറ്റ്വർക്കിലാണ് മാൻവെയർ എങ്കിൽ 2026 വന്നിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടി വെൻഡറുടെയോ അല്ലെങ്കിൽ കോൺട്രാക്ടറുടെയോ സുരക്ഷാ വീഴ്ചയിലൂടെയാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ പാഠം. നമ്മുടെ ആണവ നിലയങ്ങൾ നേരിട്ട് സുരക്ഷിതമായിരിക്കാം, എന്നാൽ അവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കോൺട്രാക്ടർമാർ, സപ്ലയർമാർ എന്നിവയുടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ അത്രമാത്രം സുരക്ഷിതമാണോ? ഇന്ത്യയിലെ 73% സ്ഥാപനങ്ങളും തങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് സമീപകാല സർവേകൾ വ്യക്തമാക്കുന്നത്. ആണവ റിയാക്ടറുകൾ സുരക്ഷിതമാണെന്നത് ആശ്വാസകരമാണെങ്കിലും ഇത്തരം ഡാറ്റ ചോർച്ചകൾ ഭാവിയിൽ വലിയ സുരക്ഷാ ഭീഷണികൾക്ക് വഴിമരുന്നിട്ടേക്കാം. അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർമാരുടെയും സപ്ലൈ ചെയിനുകളുടെയും സൈബർ സുരക്ഷ കർശനമാക്കുക മാത്രമാണ് ഇതിനുള്ള ഏക പരിഹാരമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ പറയുന്നു.